എന്ത് കാര്യത്തിലും ആരുടെയും ഭാഗം നിൽക്കാതെ ശരിയുടെ ഭാഗത്ത് മാത്രം നിന്ന് സംസാരിച്ചിരുന്ന ആളായിരുന്നു അമ്മ. ആ അമ്മയെപ്പോലും അഭി മാറ്റിയെടുത്തു. അത് സൂക്ഷിക്കണം. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ നാളെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിയെന്ന് വരാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ടെൻഷൻ ആവാതെ സമാധാനത്തോടെ ഇരിക്കുക. നീ എന്താ ഇപ്പോഴും മുഖമുറിപ്പിച്ചിരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ എഴുന്നേറ്റ് തുള്ളി ചാടണോ? ഇവിടെ ഞാൻ എത്രമാത്രം നാണം കെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു. അമ്മ പോലെ എന്നെ കുറ്റം പറയാ ചെയ്തത്. അതൊന്നും നീ കാര്യമാക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അതൊക്കെ നീ അങ്ങ് മറന്നേക്ക്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും മറക്കില്ല. എന്നെ അപമാനിച്ചതിനും വേദനിപ്പിച്ചതിനും ഞാൻ ആരെയും വെറുതെ വിടില്ല. എനിക്കറിയാം, ആദർശ് ഈ ആളായത് മുഴുവൻ മീരെ കാണിക്കാനാ. എന്നെ ചീത്തയ്ക്ക് സംസാരിച്ച മീരയ്ക്ക് അത് സന്തോഷാവുന്ന അവനറിയാം. അങ്ങനൊന്നും അല്ല ബി. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓഫീസ് കാര്യങ്ങളില് നീ കാണിച്ച അബദ്ധങ്ങളല്ലേ? അതെന്റെ സ്വന്തം സ്ഥാപനമല്ലേ, അല്ലാതെ ഞാൻ ജോലിക്കാരിയൊന്നും അല്ലല്ലോ. ജോലിക്കാരിയെ പോലും ആരും ഇങ്ങനെ അപമാനിക്കില്ല. ഏതായാലും സംഭവിക്കാറുള്ളത് സംഭവിച്ചു. ഇനി ഒരു തെറ്റ് പറ്റാതെ നോക്കണം. അതിന് ഞാൻ ഇനി ആ കമ്പനിയിൽ പോകുന്നില്ല. ഇനി ഞാൻ പോയാലേ ആ സ്റ്റാഫിന്റെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ അവൻ വീണ്ടും നാണം കെടുത്തു. ഒരു തരത്തില് നീ ഓഫീസിൽ പോവാതിരിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ഈ ഓഫീസ് ജോലിയൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? എന്താ കാര്യം? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇപ്പോ ആദർശത്തെ തിരിച്ചു വന്നു. ഇവിടെ താമസിക്കേണ്ടത് അവരല്ലേ. അവർക്കൊരു ശല്യമായിട്ട് നമ്മളിവിടെ വേണോ? അയ്യടാ, ഇത് എന്റെ കൂടി വീടാ. ഇവിടെ നിന്ന് ഞാൻ ഒരിടത്തും പോവില്ല. അല്ലെങ്കിൽ തന്നെ ആരെയും പേടിച്ച് ഒളിച്ചോടേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. ഈ വീട്ടിലെ ആദർശിനെ പോലെ തന്നെ അവകാശവും അധികാരവും എനിക്കും ഉണ്ട്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പിന്നെ സ്വന്തം വീടിനേക്കാൾ അവകാശം ഭർത്താവിന്റെ വീട്ടിലാ. അങ്ങനൊരു നിയമം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഇനി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് എല്ലാവരും കൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അത് നടക്കില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോവില്ല. ഇവിടെ തന്നെ താമസിക്കും, കമ്പനിയിലും പോവും. അപ്പൊ നീയല്ലേ ഇനി ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത്? അതെ, ആ തീരുമാനം ഞാൻ അങ്ങ് മാറ്റി. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ എല്ലാവരും കൂടി തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ? നീ എന്തൊക്കെയാ അബി പറയുന്നത്? ആര് തോൽപ്പിക്കാൻ? എനിക്ക് എല്ലാവരെയും അറിയാം. എല്ലാത്തിനും കാരണം ആ മീരയാ. അവള് വന്നതിന് ശേഷമാണ് ഈ മാറ്റം മുഴുവൻ. ഈയിടെയായി നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. നിങ്ങൾക്ക് പോലും എന്നെക്കാൾ താല്പര്യം മീരയോടാ. എന്റെ അബി, നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ. മീരയോടുള്ള അസൂയയും കുശുമ്പും കാരണം നിന്റെ തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് അവളോട് അസൂയയോ കുശുമ്പോ? അതിന് മാത്രം എന്ത് പ്രത്യേകത അവൾക്കുള്ളത്? ഈ വീടിന്റെ പടി പോലും കയറാൻ അർഹതയില്ലാത്തവളെ വീടിന്റെ മരുമകളാക്കി എന്ന് കരുതി അവള് വലിയ ആളൊന്നും ആയില്ല. പിന്നെ ആദർശനോ അമ്മയ്ക്കോ പോലും കമ്പനി കാര്യത്തിൽ എന്നെ അധികം കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ല. ഈ കമ്പനി എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അവിടെ എനിക്കും അവകാശമുണ്ട്. എടി, അതിന് നിനക്ക് അവകാശം ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ചൂണ്ടിക്കാണിക്കല്ലേ ചെയ്തത്. അതിന് നീയല്ലേ നെഗറ്റീവായ സെൻസിലെടുത്തത്. വിഘ്നേഷ് ഏട്ടാ, നിങ്ങൾ എന്റെ ഭർത്താവാ. എന്നിലൂടെയുള്ള ബന്ധം മാത്രമേ നിങ്ങൾക്ക് ഈ വീടുമായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊപ്പം മാത്രം നിന്നാ മതി. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നിങ്ങളെ കണ്ടെത്തിയത് ഞാൻ തന്നെയാ. അതിന് ഞാൻ നിന്റെ ഒരു കാര്യത്തിന് എതിര് നിന്നിട്ടില്ലല്ലോ. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കേയില്ല. നീ മറ്റുള്ളവർക്ക് മുമ്പിൽ താഴുന്നതോ നിന്നെ ആരെങ്കിലും കുറ്റം പറയുന്നതോ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടല്ലേ അബി ഞാൻ ഈ പറയുന്നത്. എനിക്കെല്ലാവരെയും നന്നായിട്ട് അറിയാം. മകൻ തിരിച്ചു വന്നതോടെ അമ്മയുടെ സ്വഭാവത്തിൽ പോലും മാറ്റമുണ്ട്. ഇത്രയും നാളെ എനിക്കൊപ്പം നിന്ന അമ്മയ്ക്ക് ഇപ്പൊ മീരയോട് താല്പര്യം കൂടുതൽ. പക്ഷേ ഇതൊന്നും അധിക നാൾ നിലനിൽക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടോ? ശരി, അപ്പൊ എന്താ തീരുമാനം? നീ ഓഫീസിൽ പോകുന്നുണ്ടോ ഇല്ലയോ?
പറഞ്ഞില്ലേ ഞാൻ പോകും. പോയില്ലെങ്കിൽ അതെന്റെ തോൽവിയാ. അങ്ങനെ തോറ്റു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ എന്താന്ന് വെച്ചാ കാണിക്കും. സൂരജേ, നീ എന്താടാ ഭയങ്കരമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് ആദർശേട്ടൻ വിളിച്ചിരുന്നു അമ്മേ. ആ, വിളിച്ചിരുന്നോ? ഇവിടെ വന്നപ്പോ നിന്നെ വിളിച്ചോളാന്നു പറഞ്ഞിരുന്നല്ലോ. എന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കെ. അതാണോ നീ ഇരുന്ന് ആലോചിക്കുന്നേ? അതെ. നീ ഇത്രക്കിരുന്ന് ആലോചിക്കാനും മാത്രം അതിലെന്താ ഉള്ളത്? ആദർശ് ചെല്ലാൻ പറഞ്ഞല്ലോ. പിന്നെ നിനക്ക് അവിടെ പോയി ജോയിൻ ചെയ്താ പോരെ? ഞാൻ ജോയിൻ ചെയ്താ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നു. ഇനി ഈ സംസാരം ഇവിടെ വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നീ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിന്റെ കാര്യം വലിയ കഷ്ടമാ സൂരജേ. അന്ന് ആ അടി കിട്ടിയതിന് ശേഷം നിനക്ക് ഈ മാറ്റം ഉണ്ടായതെന്നാ എനിക്ക് തോന്നുന്നേ. അല്ല, അന്ന് നീ വീണപ്പോ നിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചാണോ നീ വീണത്? അതോ ആ സമയത്ത് വല്ല നല്ലവന്റെ ബാധ നിന്റെ മേത്ത് കയറിയോ? അല്ല, നീ ഇങ്ങനെ ഹരിചന്ദ്രനായി പോയതുകൊണ്ട് ചോദിച്ചതാ. ഇതേ അസുഖം ആദ്യം വന്നത് നിന്റെ മുത്തച്ഛനായിരുന്നു. പിന്നെ പുള്ളിക്ക് പ്രായമായി എന്ന് കരുതാം. അല്ല, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്റെ ചിന്തയും മനസ്സും നേർവഴിക്കാവുന്നതോ അതോ ഞാൻ ജോലിക്ക് പോവാത്തയാണോ? രണ്ടും പ്രശ്നം തന്നെയാ. പൂർണ്ണമായിട്ട് നല്ലവനായിട്ടേ ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. എല്ലാ നാണയത്തിനും രണ്ടു വശങ്ങളുണ്ട്. നിന്റെ കാര്യം നോക്കാനുള്ള പ്രാപ്തിയെങ്കിലും നിനക്കില്ലെങ്കിലേ നീ വെറും നിർഗുണനായി ഒരു മനുഷ്യർക്കും പ്രയോജനമില്ലാതെ വെറുതെ ഈ ജന്മം പാഴായി പോവും. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? നല്ല മനസ്സും നേർവഴിയിലുള്ള ചിന്തയും ആരെയും ദ്രോഹിക്കാതെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്ത് ഇടമില്ലെന്നാണോ? എങ്കിൽ ആ ചിന്താഗതി തെറ്റാണ്. നന്മയോടെ ജീവിച്ചാൽ അവരെ രക്ഷിക്കാൻ ഈശ്വരനുണ്ടാവും. അതിനുദാഹരണം തേടി ദൂരെയൊന്നും പോണ്ട. നമ്മുടെ മീരയെ നോക്കിയാൽ മതിയല്ലോ. കുട്ടിക്കാലം മുതലേ അവൾക്ക് എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി. എത്രയോ തവണ മീരയുടെ ജീവിതം അവസാനിക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം അവളെ രക്ഷിച്ച് നല്ലൊരു ജീവിതം കൊടുത്തത് ഭഗവാൻ തന്നെയല്ലേ? സൂരജെ, അവള് ജന്മനാ അങ്ങനെയാ. തലമുറകളായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യം അവൾക്കുണ്ട്. അത് കണ്ടോണ്ട് നീ എന്തിനാ ആ വഴി നോക്കുന്നേ? അമ്മേ, അത് എടാ, നീ എന്റെ മോനാ. ബുദ്ധിയാ നമ്മുടെ ആയുധം. അത് വെച്ച് വേണം നമ്മൾ അതിജീവിക്കാൻ. അമ്മേ, മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാ. അത് മാറാൻ പാരമ്പര്യവും ജന്മപുണ്യവും വേണ്ട. അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും നമ്മുടെ ചിന്തകളുടെ വഴി നേരായ ദിശയിലോട്ട് എത്തിയാൽ മതി. അതിലൊരു വെളിച്ചം കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ വഴിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് തോന്നിയ അതൊരു ഭാഗ്യം തന്നെയാണെന്ന് കരുതണം. എടാ, എന്റെ ദൈവമേ, ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ, നിനക്ക് ശരിക്കും എന്താ പറ്റിയത്? ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു കൂട്ടി നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സൂരജെ, നാളെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണം. ആ, ഡോക്ടറിനെ അമ്മ കണ്ടാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ, നീ മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിൽ വലിയ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ ഞാൻ പേടിച്ചു പോവില്ലേ? എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. നീ ആദർശിന്റെ ഓഫീസിൽ നാളെ പോകുന്നുണ്ടോ ഇല്ലയോ? മോനെ, ഞാനൊരു കാര്യം പറയാം. ദേവാ ബിൽഡേഴ്സ് ഒരു കടലാ. 4-5 തലമുറയ്ക്കോ അതിൽ കൂടുതലോ അനുഭവിച്ചാൽ തീരാത്തത്ര സ്വത്തും പണവും അവർക്കുണ്ട്. അങ്ങനെയുള്ളവരുമായിട്ടൊരു ബന്ധുത്വം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാ. അവിടെ ജോലിക്ക് കയറാനായിട്ട് അങ്ങോട്ട് വിളിക്കുന്നതേ അതിലും വലിയ ഭാഗ്യമാ. ഹരിയേട്ടൻ ഇന്ന് മീരയുടെ അമ്മാവൻ മനോജിനെ കണ്ടിരുന്നു. അവര് ദേവാ ബിൽഡേഴ്സിന്റെ സബ് കോൺട്രാക്ട് എടുത്ത് അവിടെ കയറി പറ്റാനുള്ള പ്ലാനില്ല. അന്ന് മുത്തശ്ശിയെ കാണാൻ മീര അവിടെ ചെന്ന സമയം കൊണ്ട് ധന്യ അത് ഒപ്പിച്ചെടുത്തു. കാര്യം അവൾ എന്റെ ശത്രുവാണെങ്കിലും അവളുടെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിവിടെ മാസങ്ങളായിട്ട് കിടന്ന് നിനക്കൊരു ജോലി ഒപ്പിക്കാൻ പാടുപെടുന്നു. അവൾ ഒറ്റ ദിവസം കൊണ്ട് കമ്പനി കോൺട്രാക്ട് ഒപ്പിച്ചെടുത്തു. മോനെ,
നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് തലയിൽ കയറ്റി നടക്കാതെ ആദർശ് വിളിച്ചതനുസരിച്ച് ജോലിക്ക് പോയി കയറ്. ആദർശിന് നിന്നോട് ഇപ്പോ ഒരു സ്നേഹമുണ്ട്, അത് നീ ഉപയോഗിക്കണം. ആദർശമായിട്ട് കൂടുതൽ അടുത്ത് അവന്റെ വലങ്കയായിട്ട് മാറണം. അങ്ങനെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ആദർശ് നിന്നെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എടാ, നിന്നെ നല്ല നിലയിൽ കാണാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി, നീ സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ. നീ നാളെ ഓഫീസിൽ പോയി ആദർശിനെ കാണണം. പോവോ? പോയി കാണുവോ? പോവാ. ആ, മിടുക്കൻ. എന്നാ മോൻ കിടന്നോ. ഇനി ഇരുന്ന് വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കണ്ട കേട്ടോ. എന്താ ആദർശേട്ടാ ഇത്? ഇതുവരെ അഭിചേച്ചിയുടെ കാര്യം വിട്ടില്ലേ? അതങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല. ഇത്രമാത്രം ടെൻഷൻ ആവാനോ ആലോചിച്ച് കൂട്ടാനോ ആയിട്ടുള്ള കാര്യം അതിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല മീര, നമ്മുടെ വിവാഹത്തിന് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ മീര നേരിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സമാധാനമുള്ളൊരു ജീവിതമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മീര ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അങ്ങനെയൊന്നും കരുതണ്ട. ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന സ്ഥിതിക്ക് ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇനി ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ആദർശേട്ടൻ രക്ഷപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മീര എനിക്ക് വേണ്ടി ഓടിയതും കഷ്ടപ്പെട്ടതും ഞാൻ ഒരിക്കലും മറക്കില്ല. മീര അങ്ങനെ കഷ്ടപ്പെട്ടത് ഞാനും ഒന്നിച്ച് സമാധാനത്തോടെയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ? എന്നിട്ട് എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ. എന്തൊക്കെ ആദർശേട്ട ഈ പറയുന്നത്? ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അതെനിക്കറിയാം മീര. എത്ര വിഷമം സ്വയം അനുഭവിച്ചാലും ആരെയും മീര കുറ്റപ്പെടുത്തില്ലെന്നും എനിക്കറിയാം. പിന്നെന്താ? ഒരു ഭാര്യയ്ക്ക് വേണ്ടത് അവളെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഭർത്താവിനെയാ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. എന്നെ മനസ്സിലാക്കി എനിക്കൊപ്പം നിൽക്കുന്ന ഒരു ഭർത്താവിനെ തന്നെ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ വേണ്ടത്? പക്ഷേ എനിക്കെൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിലെങ്കിലും സമാധാനം വേണ്ടേ മീര? സത്യം പറയാലോ, പല വീടുകളിലും ന്യൂസുകളിലും അമ്മായിയമ്മയും നാത്തുമാരും നടത്തുന്ന പോരുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നു ഞാൻ കരുതിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. എനിക്ക് ആദർശേട്ടനെ മനസ്സിലാവും. പിന്നെ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അല്ല മീര, നിനക്കിവിടെ സമാധാനത്തോടെ കഴിയാനുള്ള അവസരം ഒരുക്കി തരേണ്ടത് എൻ്റെ കടമയാണ്. അതിനുവേണ്ടി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആദർശേട്ടാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? എനിക്ക് വേണ്ടി ആരോടും വഴക്കിടരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പലരുടെ മുമ്പിൽ ഞാനിന്ന് തെറ്റുകാരിയാ. ഇനി എനിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് ആദർശേട്ടൻ വഴക്കം കൂടി ഉണ്ടാക്കിയാ അത് ശരിയാവില്ല. മീരയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇതിന് ഞാൻ പരിഹാരം കണ്ടിരിക്കും. എന്താ, അതുപോലെ? അതൊക്കെ പിന്നെ നമുക്ക് പതിയെ ആലോചിക്കാം. ഇപ്പൊ ആദർശേട്ടൻ കിടക്ക. ആ, ഇറങ്ങിയോ? ആ. പിന്നെ നീ ഓഫീസിലേക്ക് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാനാണോ അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ അല്ല ബി. നിസ്സാര കാര്യത്തിന് ദേഷ്യം വരും നിനക്ക്. ഒന്നാമതേ മീരയോട് നിനക്ക് താല്പര്യമില്ല. വീട്ടിൽ കിടന്ന് പറയുന്നത് പോലെ ഓഫീസിനകത്ത് സംസാരമായ നാണക്കേടാണേ. അതാ ഞാൻ പറഞ്ഞത്. പറയേണ്ടത് എവിടെയായാലും ഞാൻ പറയും. അതിനാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സ്ഥാപനത്തിലെ ജോലിക്കാരിയൊന്നും അല്ല.
ആദർശിനെ പോലെ തന്നെ ഒരു അവകാശിയാണ് ഞാൻ. ആ അതൊന്നും ആരും എതിർത്തിട്ടില്ലല്ലോ. പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാ. അതിന്റെ പേരില് ഇവിടുന്ന് ഇനി വഴക്ക് മൈൻഡായിട്ട് പോണ്ട. ആണോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോ ഈ വർത്തമാനം പറയരുതായിരുന്നു. അല്ല, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുകയും ശാസിക്കുകയും ചെയ്യും? എന്റെ ഭർത്താവിന് എന്നെ വിലയില്ലല്ലോ, പിന്നെ മറ്റുള്ളവരെങ്ങനെ വില തരും? അയ്യോ ഒന്ന് ക്ഷമിക്കബി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നീ നിന്റെ ഇഷ്ടം പോലെ പെരുമാറിക്കോ. അതിപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഇഷ്ടത്തിന് മാത്രമേ പെരുമാറൂ. ആ ശരി ശരി, വേഗം ഇറങ്ങ്. നിന്നെ ഓഫീസിലാക്കിയിട്ട് വേണം എനിക്ക് സൈഡിലേക്ക് പോകാൻ. ആഹാ, നിങ്ങളെങ്ങോട്ടാ? ഞാൻ സൈറ്റിലേക്കാ, അബി ഓഫീസിൽ വെക്കണം. ഓ, അപ്പോ നീയല്ലേ ഇനി മുതൽ ഓഫീസിൽ വരുന്നില്ല എന്ന് പറഞ്ഞത്? ആ തീരുമാനം ഞാനങ്ങ് മാറ്റി. ഒരു ചെറിയ തെറ്റ് പറ്റുമ്പോഴേ തോറ്റു വീട്ടിയിരിക്കുന്നത് മണ്ടത്തരമല്ലേ? അത് വന്ന് തിരുത്തുന്നതല്ലേ ശരി? അതെ, ഏതായാലും നന്നായി. ഞാൻ വരുന്നതിനോട് മീരയ്ക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നല്ലോ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ചേച്ചി വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ആ സന്തോഷം മുഖത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ? എന്തിനെ നെഗറ്റീവായി കണ്ണുകൊണ്ട് നോക്കാതെ പോസിറ്റീവായിട്ട് കാണാൻ നോക്ക്. നിങ്ങൾ വന്നപ്പോഴേ ഞാനും അത് അബിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിങ്ങനെയൊക്കെ അറിയൂ. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഖത്തുണ്ടാകും. അല്ലാതെ മനസ്സിലൊന്ന് വെച്ച് മുഖത്ത് മറ്റൊന്ന് കാണിക്കാനുള്ള കഴിവ് ചിലരെ പോലെ എനിക്കില്ല. നീ ആരെ ഉദ്ദേശിച്ചാ പറയുന്നത്? പ്രത്യേകിച്ച് ആരെ ഉദ്ദേശിച്ചൊന്നും അല്ല, പൊതുവായി പറഞ്ഞതാ. ഇനി നിനക്ക് ആരെയെങ്കിലും പോലെ തോന്നിയോ? രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. അതാ നല്ലത്. അതുകൊണ്ടാ ഞാനും കൂടുതലൊന്നും പറയാത്തത്. പിന്നെ ആദർശേ, നിനക്ക് ഇപ്പോഴല്ലേ എന്റെ സ്വഭാവത്തിൽ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തോന്നുന്നത്? നീ എന്നെ കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിന്ന് മറക്കണ്ട. അല്ലെങ്കിലും ചില ആണുങ്ങൾക്ക് വിവാഹം കഴിയുമ്പോ വീട്ടിലുള്ളവരെ ഇഷ്ടപ്പെടാതെ ആകും. സ്വന്തം അമ്മയും പെങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ പ്രശ്നങ്ങളും തോന്നും. അവരുടെ മുന്നിൽ എല്ലാം തികഞ്ഞവരായി ഭാര്യ മാത്രമേ കാണൂ. സത്യത്തിൽ അത് ആ ഭാര്യമാരുടെ കഴിവാ. ഇവിടെ പിന്നെ മീരയ്ക്ക് ആ കഴിവ് നന്നായിട്ടുണ്ടല്ലോ. ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാവും മീരെ. ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നും അല്ലല്ലോ. നീ എന്തിനാ അബി എല്ലാ കാര്യത്തിനും ഇങ്ങനെ മീരെ കൂട്ടി സംസാരിക്കുന്നത്? ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്നെ ആരെന്ത് പറഞ്ഞാലും ഈ വിഷമം തോന്നാറില്ലല്ലോ. ഏതായാലും ആൾക്കാരെ സ്വാധീനിക്കാൻ മീരയ്ക്ക് നല്ല കഴിവാ. അതെ, മീരയുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് തന്നെയാ എല്ലാവരും മീരയ്ക്കൊപ്പം നിൽക്കുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വെറുതെ സംസാരിച്ചെന്ന് സമയം കളയണ്ട. മീരെ, നമുക്കിറങ്ങാം. നിങ്ങൾ എന്തായാലും ഓഫീസിലേക്കല്ലേ, അബിയും കൂടി കൊണ്ടുപോയിക്കോ. അപ്പോൾ പിന്നെ എനിക്ക് നേരിട്ട് സൈറ്റിലേക്ക് പോകാലോ. അത് വേണ്ട വിഘ്നേഷ്, ഞങ്ങൾക്ക് ഓഡിറ്ററുടെ അടുത്തൊക്കെ പോയിട്ട് വേണം ഓഫീസിൽ പോകാൻ. വിഘ്നേഷ് തന്നെ അബിയെ ഓഫീസിൽ വിട്ടേക്ക്. എന്റെ വിഘ്നേഷേട്ട, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർക്ക് എന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ വല്ല ഓട്ടോയിലും കയറി പൊക്കോളാം. ഊഫ്, ഇനി നീ വെറുതെ അതിൽ പിടിച്ച് തൂങ്ങണ്ട. നീ വന്നേ, നമുക്ക് പോവാം. ശരിയാ ദർശ, വാ. സാറോടെ ഇല്ല, വരാൻ വൈകും. അല്ല, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണുമായിരുന്നു. ആ, സാർ വരുമ്പോൾ ഞാൻ പറയാം. ശ്യാം, യെസ് മാഡം. എന്താ മാഡം? അയാൾ എന്താ ഇവിടെ? ആദർശ് സാറിനെ കാണാൻ വന്നതാ. അയാളോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ ശരി പറ. മാഡം. സൂരജ്, ആ. അഭിരാമി മാഡത്തിന്റെ ക്യാബിനിൽ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല. ഞാൻ ആദർശേട്ടൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാനാ വന്നത്. അയ്യോ, അങ്ങനെ പറയില്ലേ. സൂരജ് ചെന്നില്ലെങ്കിൽ മാഡം എന്നോട് ദേഷ്യപ്പെടും. ഉഫ്, ശരി. ആ, മേഡം, വന്നേ. സൂരജ് എന്താ ഇവിടെ? ഞാൻ ആദർശേട്ടനെ കാണാൻ വന്നതാ. ആദർശിനെ കാണാനോ? അതിനുള്ള സ്ഥലമല്ല ഓഫീസ്. എന്നോട് ഇവിടെ വരാനാണ് ആദർശേട്ടൻ പറഞ്ഞത്. അങ്ങനെ വഴിയെ പോകുന്നവർക്ക് കയറി ഇറങ്ങാൻ പൊതുവഴിയല്ല ഇത്. ദേവ ബിൽഡേഴ്സിന്റെ ഓഫീസാണ്. ഇവിടെ കയറാൻ ഒരു നോർമൽ സ്റ്റാറ്റസ് എങ്കിലും വേണം.
ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതല്ല. എനിക്കതിനോട് താല്പര്യവുമില്ല. ആദർശയുടെ ഇവിടെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. ആഹാ, എന്നു മുതലാ നീ ഇത്ര മാന്യനായത്? ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. അതിനു വേണ്ടി ഇവിടെ കിടന്ന് കറങ്ങുകയും വേണ്ട. എന്ത് മനസ്സിലിരിപ്പ്? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? നീ എന്താ കരുതിയത്? നിന്റെ ഒന്നും മനസ്സിലെ ചിന്തകൾ ആർക്കും മനസ്സിലാവില്ലെന്നാണോ? ആദർശിനെ സോപ്പിട്ട് ഇവിടെ ജോലിക്ക് കയറാനല്ലേ നീ ഇങ്ങനെ നാണമില്ലാതെ വലിഞ്ഞേറി വരുന്നത്? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും?